അപ്പോൾ ആ ലിബറൽ മതത്തിൻ്റെ ആശയമാണെന്ത്, എല്ലാ മതങ്ങളും ഒന്നിച്ച് എല്ലാം ആഘോഷിക്കുക, എല്ലാ ആരാധനകളും ആഘോഷങ്ങളും പരിപാടിയൊക്കെ ഒന്നിച്ച് നടത്തുക എന്നുള്ളത് അത് അവരുടെ ഒരു മതവിശ്വാസമാണ്. അത് അങ്ങനെ തന്നെ പേരിട്ട് വിളിച്ചാലേ ആളുകൾക്ക് ഇത് മനസ്സിലായി കിട്ടുള്ളൂ. അപ്പോൾ ഹിന്ദുമതം ഒരിക്കലും എന്ത് ചെയ്യാറില്ല, അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആൾക്കാർ അവരുടെ ആഘോഷങ്ങളിലും കാര്യങ്ങളിലും മറ്റുള്ള ആളുകളെ ആരും നിർബന്ധിക്കലില്ല. ഇസ്ലാം മതം നിർബന്ധിക്കലില്ല, ക്രൈസ്തവ മതം നിർബന്ധിക്കലില്ല. പക്ഷെ ഇവർ അങ്ങനെയല്ല. ഇവർ നിങ്ങൾ മൂന്നും പാടെ കൂടിങ്ങാണ്ട് ആഘോഷിച്ചേ പറ്റുള്ളൂ. അത് ആഘോഷിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. സെമിനാർ നടക്കുക മുതലാളിത്വ സംരംഭകത്വ പഠനം. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകൾ പറഞ്ഞു ഇത് മുതലാളിത്തത്തിൻ്റെ സംരംഭത്വത്തെയാണ്, അത് ഞങ്ങൾ എടുക്കാൻ പറ്റില്ല. അത് കുറച്ച് കാലം കഴിഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, മുതലാളിത്വ സംരംഭകത്വ പരിശീലനം. ഇത് കടുത്ത ഇതാണ്, അത് പരിശീലിപ്പിക്കാനും അങ്ങനെ മുതലാളിത്തത്തെ കൊണ്ടും ഊട്ടിയുറപ്പിക്കാനുള്ളതാണ്. പിന്നെ കുറച്ച് കാലം കണ്ടിരിക്കണു മുതലാളിത്വ സംരംഭത്വ പരിശീലന ഉത്സവം. ഇത് കുഴപ്പമില്ല, കാരണം ഇതെന്താണ്, ഇതൊരു ഉത്സവമാണല്ലോ. അപ്പോൾ ഉത്സവമാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഉൾക്കൊള്ളാം എന്ന രൂപത്തിൽ ചിന്തിച്ച് ഈ ഇതിലേക്ക് ഭാഗഭാക്കായി കഴിഞ്ഞാൽ അത് പഠിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരന് പിന്നെ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തമാണോ വെച്ച് പുലർത്തുക, അതോ ഈ പറയുന്ന മുതലാളിത്ത സംരംഭകനായിട്ട് മാറുകയായിരിക്കും ചെയ്യുക. പോയ വാരം കേരളത്തിൽ ഒരുപാട് ആഘോഷങ്ങൾ നിറഞ്ഞാടുകയുണ്ടായി. ചില പത്രങ്ങളിൽ വന്ന വാർത്തകളാണ് ഇവിടെ ആദ്യം ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ഒന്ന്, മുന്നിൽ നയിച്ച് മാവേലി, താഴത്തങ്ങാടി മുസ്ലിം ജമാഅത്തിൻ്റെ നബിദിന റാലി വൈറൽ. ദ റിയൽ കേരള സ്റ്റോറി, മഹാബലിയെ സ്വീകരിച്ചത് ദഫ്മുട്ടി, ചെണ്ടമേളത്തിൽ അലിഞ്ഞ് മധു ഈണം. അതുപോലെ തന്നെ ദിസ് ഈസ് കേരള, നബിദിന റാലിയിൽ ക്ഷേത്രത്തിന് സല്യൂട്ട്, വീഡിയോ ഒറ്റ ദിവസം കണ്ടത് 20 ലക്ഷം പേർ തുടങ്ങി ഒരുപാട് സോഷ്യൽ മീഡിയയിലും ചാനലിലും ഒക്കെ വാർത്തകൾ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ആഘോഷം ഒരുമിച്ച് ആഘോഷിക്കുമ്പോൾ അതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്നുള്ള തരത്തിൽ നമ്മൾ കേരളക്കര മാറുന്നുണ്ട്. അതനുസരിച്ച് അതാണ് ഇങ്ങനെ ആവണം എന്നുള്ള രൂപത്തിലുള്ള നിർദ്ദേശങ്ങൾ പല ചാനലുകളും മറ്റും മുന്നോട്ട് വെക്കുന്നു. തരത്തിൽ അഷ്റഫ് ഖാ, എന്താണ് ഈ ചാനലുകളായിരുന്നാലും കേരളം കണ്ട ആഘോഷങ്ങളുടെ ഈ ഒരു രീതിശാസ്ത്രം? അല്ല, ഈ പ്രാവശ്യത്തെ ആഘോഷങ്ങൾ മുൻ വർഷങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് വലിയ തോതിൽ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്നൊരു ആഘോഷത്വര കുറച്ച് കാലങ്ങളായിട്ട് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഒരു കാരണമില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഘോഷം ഉണ്ടാക്കുക എന്നുള്ളതുണ്ട്. അപ്പോൾ പിന്നെ ഇപ്രാവശ്യം എന്തായെന്ന് വെച്ചാൽ ഓണം, അതേപോലെ തന്നെ നബിദിനം, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അധ്യാപക ദിനം, ഇങ്ങനെ കുറേ സാധനങ്ങൾ എന്ത് ചെയ്തു, ഒരുമിച്ച് വന്നു. അപ്പോൾ അത് എല്ലാം ഒരുമിച്ച് വന്നപ്പോൾ ഉണ്ടായ ഒരു പകിട്ട് വേറെയുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ കാരണങ്ങളാണ്. അപ്പോൾ നിങ്ങൾ പിന്നെ നേരത്തെ നസീഫ് പറഞ്ഞതുപോലെ ഇവിടെ യഥാർത്ഥത്തിൽ സൗഹാർദ്ദത്തെ വർഗീയതയാകുന്ന ക്യാൻസർ തിന്നു തീർത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അത് നമ്മൾ അഡ്രസ്സ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കുറച്ച് കാലങ്ങളായിട്ട് ഇന്ത്യയുടെ സ്വഭാവം മാറുന്നു, മലയാളികളുടെ സ്വഭാവം മാറുന്നു. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലെ കമൻസുകളൊക്കെ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു വല്ലാത്ത വിദ്വേഷം തുപ്പുന്നൊരവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ നമുക്കത് പരിഹരിക്കണം എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സൗഹാർദ്ദത്തെ നമുക്ക് തിരിച്ചു പിടിക്കണം, അതിനുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. പക്ഷേ അതിനുള്ള ശരിയായ പരിഹാരം നേരത്തെ ആ വായിച്ച വാർത്തകളിൽ വന്ന രീതിയിലുള്ള ഒരു മിക്സഡ് ആഘോഷങ്ങളാണോ എന്നത് കേരളം ചർച്ച ചെയ്യേണ്ടതുണ്ട്, വിശ്വാസികളും ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ഒരു പ്രധാന ഘട്ടമാണ് ഇപ്പോൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് യഥാർത്ഥത്തിലുള്ള സൗഹാർദ്ദം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ വിശ്വാസങ്ങളും ആദർശങ്ങളും പണയം വെച്ചുകൊണ്ടോ അത് പരസ്പരം ലയിപ്പിച്ചുകൊണ്ടോ ഉള്ള ഒരു പിന്നെ സൗഹാർദ്ദം നിലനിൽക്കില്ല. അതൊന്നുകിൽ അത് ശുദ്ധ കാപട്യമാണ്, അല്ലെങ്കിൽ അത് സ്വന്തം മതത്തെ പരിഹസിക്കലാണ്. അത് യാതൊരു തർക്കമല്ല. പിന്നെ ശരിക്കും ഇവിടെ ഊട്ടി ഉറപ്പിച്ച് കൊണ്ടുവരേണ്ടത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യ സൗഹാർദ്ദമാണ്. മതങ്ങളെ ലയിപ്പിച്ചുകൊണ്ടുള്ള ഒരു സൗഹാർദ്ദമല്ല, മറിച്ച് മനുഷ്യന്മാർ ജാതിമത വ്യത്യാസമില്ലാതെ അവരെന്തൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുണ്ടോ അതൊക്കെ പരസ്പരം കൊണ്ടും കൊടുത്തും അനുഭവിച്ചു, അതിൽ ജാതി മതമൊന്നും നോക്കാതെ മുന്നോട്ട് പോവുക. അങ്ങനത്തെ ഒരു കൾച്ചർ ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണ് നമുക്ക് ഈ യഥാർത്ഥത്തിലുള്ള സൗഹാർദ്ദത്തെ തിരിച്ചു പിടിക്കാൻ നമുക്ക് സഹായകമാവുള്ളൂ. അസ്തിത്വം കാത്തു സൂക്ഷിക്കുമ്പോഴാണ് ശരീരത്തിൽ ബഹുസ്വരത തന്നെ ഉള്ളൂ. നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് നമ്മൾ പറയുന്നത് എന്താ? ബഹുസ്വരതയാണല്ലോ. അതായത് പിന്നെ എല്ലാ മതങ്ങളും ഒന്നിച്ച് വാഴുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. പിന്നെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നുള്ളതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അത് നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? വൈവിധ്യങ്ങൾ ഇവിടെ ഉണ്ടാവണം. ആ വൈവിധ്യങ്ങൾ ഉണ്ടാവുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്താവുന്നത്? സൗഹാർദ്ദം. ഇപ്പോൾ ഉദാഹരണം പറയാം, ഒരു കലത്തിൽ ഒരു 3 മണ്ണിൻ്റെ കട്ട നമ്മളിട്ട് വിചാരിക്കുക, കുറച്ച് കട്ട ഇട്ടു, എന്നിട്ട്
ആ വെള്ളത്തിലിട്ടിട്ട് ആ 3 കഷ്ണം ഇങ്ങനെ കുറേ നേരം ഇളക്കി. സ്വാഭാവികമായിട്ട് ഇളക്കുമ്പോൾ എന്ത് സംഭവിക്കും? അത് 3ഉം അതിൽ ലയിച്ചു പോകും. അത് ലയിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ആ 3ൻ്റെ അസ്തിത്വം പോയില്ലേ. പിന്നെ 3ഉം അല്ലാത്ത 4ാമത്തെ ഒരു സാധനമാണ് അവിടെ എന്ത് ചെയ്യുന്നത് വരുന്നത്. 4ാമത്തെ ലായനിയാണ് വരുന്നത്. ആ 3ൻ്റെ അസ്തിത്വം പോയി. ഇതേപോലെ നമ്മുടെ രാജ്യത്തുള്ള പ്രധാനപ്പെട്ട മതങ്ങളൊക്കെ അത് പരസ്പരം മിങ്കിളീപ്പിച്ചുകൊണ്ടുള്ള ഒരു സൗഹാർദ്ദവും രീതിയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ 3 മതത്തിൻ്റെ അസ്തിത്വം ചെയ്യും ഇല്ലാതെയാവും. ഇപ്പോൾ നസീഫ്, ഞാനിവിടെ അഷ്റഫ്, ഈ 2 വ്യക്തികളായി നിൽക്കുമ്പോഴാണ് നമ്മൾ തമ്മിൽ എന്താവുന്നത്? സൗഹൃദത്തിന് ഒരു ഇടം തന്നെ ഉണ്ടാകുന്നുള്ളൂ. പിന്നെ നസീഫ് എന്നിൽ ലയിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ നിന്നിൽ ലയിക്കുന്നു. അതോടുകൂടി പിന്നെ അവിടെ സൗഹൃദത്തിന് എന്തില്ല, ഗ്യാപ്പ് തന്നെ അല്ല. സൗഹൃദം ഉണ്ടാകുന്നത് ഓരോരുത്തരും അവനവൻ്റെ അസ്തിത്വത്തിൽ നിൽക്കുമ്പോഴാണ് അവിടെ പരസ്പരം സൗഹാർദ്ദത്തിന് തന്നെ എന്ത് ചെയ്യുന്നുള്ളൂ, ഒരു അവസ്ഥ കിട്ടുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ഒരു പിന്നെ ഏതാനും മാസങ്ങൾ അല്ലെങ്കിൽ ഏതാനും വർഷങ്ങളായിട്ട് കേരളത്തിൽ നമ്മളിങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ, വീക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റുന്നത് ഒരു 3 മതങ്ങളാണ് ഇവിടെ പ്രമുഖമായ മതങ്ങളായിട്ട് ഉണ്ടായിരുന്നത്. ഒന്ന് ഹിന്ദു മതം, മറ്റൊന്ന് ഇസ്ലാം മതം, മറ്റൊന്ന് ക്രൈസ്തവ മതം, പിന്നെ ചെറിയ ഓരോ മതങ്ങൾ വേറെയുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു മതം കൂടിയും പുതുതായി രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇനി പേര് പറയാവുന്ന എന്താ വെച്ചാൽ ലിബറൽ മതം എന്നാണ്. ആ ലിബറൽ മതത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ മതങ്ങളിലും വിശ്വാസം ഉള്ളവരും ഇല്ലാത്തവരും, ഒരു മതത്തിലും വിശ്വാസം ഇല്ലാത്തവരും, ഏത് മതം വിശ്വസിച്ചാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കണമല്ലോ, അങ്ങനെയുള്ള ഒരു മതത്തിനോടും പ്രത്യേകിച്ച് ആഭിമുഖ്യമോ ആത്മാർത്ഥതയോ കാണിക്കാത്ത, എന്നാൽ ഞാൻ ആ മതത്തിൻ്റെ ആളാണെന്നും പറഞ്ഞ് എൻ്റെ പെരിഫറിയിൽ നടക്കുന്ന ആളുകളുണ്ടാവും. അവരൊക്കെ പാടെ കൂടിയിട്ടുണ്ടാക്കിയൊരു സംഭവമാണ് എന്ത്? ഒരു ലിബറൽ മതം. അപ്പോൾ ആ ലിബറൽ മതത്തിൻ്റെ ആശയമാണെന്ത്? എല്ലാ മതങ്ങളും ഒന്നിച്ച് എല്ലാം ആഘോഷിക്കുക, എല്ലാ ആരാധനകളും ആഘോഷങ്ങളും പരിപാടിയൊക്കെ ഒന്നിച്ച് നടത്തുക എന്നുള്ളത് അത് അവരുടെ ഒരു മതവിശ്വാസമാണ്. അത് അങ്ങനെ തന്നെ പേരിട്ട് വിളിച്ചാലേ ആളുകൾക്ക് ഇത് മനസ്സിലായി കിട്ടുള്ളൂ. അപ്പോൾ ഹിന്ദുമതം ഒരിക്കലും എന്ത് ചെയ്യാറില്ല, അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആൾക്കാർ അവരുടെ ആഘോഷങ്ങളിലും കാര്യങ്ങളിലും മറ്റുള്ള ആളുകളെ ആരും നിർബന്ധിക്കലില്ല. ഇസ്ലാം മതം നിർബന്ധിക്കലില്ല, ക്രൈസ്തവ മതം നിർബന്ധിക്കലില്ല. പക്ഷെ ഇവർ അങ്ങനെയല്ല. ഇവർ നിങ്ങൾ 3ഉം പാടെ കൂടിങ്ങാണ്ട് ആഘോഷിച്ചേ പറ്റുള്ളൂ. അത് ആഘോഷിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. ഓൻ വർഗീയവാദിയാണ്, ഓൻ തീവ്രവാദിയാണ്, ഓൻ താലിബാനിയാണ്, ഓൻ പാകിസ്ഥാനിക്ക് പോകേണ്ട ആളാണ്, ഓൻ ബഹുസ്വരതയെ അറിയാത്ത ആളാണ്, ഓൻ വെളിച്ചം കിട്ടാത്ത ആളാണ്, തലയിൽ വെളിച്ചമില്ലാത്ത ആളാണ്, ഏത് നൂറ്റാണ്ടെന്ന പോലൊക്കെ വരുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു പിന്നെ അവർ പറയുന്ന രീതിയിൽ നമ്മളൊക്കെ എന്ത് ചെയ്യണം, ഇതൊക്കെ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ ഈ 3 മതത്തെയും പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു നിലപാടാണ് ഈ 4ാമത്തെ മതക്കാരെന്ത് ചെയ്യുന്നത് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ നിർവാഹമല്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, യഥാർത്ഥ മതവിശ്വാസികൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യം വേഗം മനസ്സിലാവും. പക്ഷേ ഉപരിവിപ്ലവമായും വിശ്വസിച്ച് നടക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യൂല, അത് മനസ്സിലാവില്ല. ശരിക്കും ഹിന്ദുമതത്തിൽ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന ഒരാൾക്ക് അവർക്ക് അറിയുന്നത് ഹിന്ദുമതത്തിൽ ഏതൊക്കെയാണ് ആചാരം, ആഘോഷം, ഇസ്ലാം മതത്തിൽ ഏതാണ്, അത് രണ്ടും മിങ്കിൾ ചെയ്യേണ്ട കാര്യമില്ല എന്ന് അവർക്കറിയാം. അത് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും അറിയാം. പക്ഷേ ഹിന്ദുമതത്തിൻ്റെ പേരുണ്ടാവും, അതിൽ വിശ്വാസം ഉണ്ടാവില്ല. ഇസ്ലാമിൽ പേരുണ്ടാവും, അതിൽ അങ്ങനെ ആത്മാർത്ഥത ഉണ്ടാവില്ല. ക്രിസ്തു മതത്തിൽ പേരുണ്ടാവും, അതിൽ ആത്മാർത്ഥത ഉണ്ടാവില്ല. അവർക്കിതൊക്കെ എന്ത് ചെയ്യണം, തമ്മിൽ മിക്സ് ചെയ്തുകൊണ്ട് യഥാർത്ഥത്തിൽ ഇതിൻ്റെ അസ്തിത്വം ഉടച്ച് കളയാനുള്ള ഒരു വളഞ്ഞ വഴിയാണ് യഥാർത്ഥത്തിൽ ഈ രീതിയിൽ ഇതൊക്കെ മിക്സ് ചെയ്യുന്ന ഒരു രൂപത്തിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് അങ്ങനെ തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടതെന്നാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആളുകൾ ഇതിന് പറയാറുള്ള കാര്യം എന്താ വെച്ചാൽ, ഇത് നിങ്ങൾ പിന്നെ എന്താ ഇപ്പോൾ ഒന്ന് അവിടെ പോയി പങ്കെടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, അതൊന്ന് കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുക, അവർക്കൊന്ന് വിഷ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഇങ്ങനെ ഓരോന്നിനും ഓരോ സംഗതികൾ ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ പിന്നെ എപ്പോഴത് സംഭവിക്കുക? ഈ ചോദിക്കുന്ന ആൾക്കാരോട് നമുക്ക് പറയാനുള്ളത് എന്താ അറിയോ, നമ്മളതിന് ഓരോ കാര്യങ്ങളിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സമയത്ത് ഇതെനിക്ക് പറ്റൂല എന്ന് പറയേണ്ടി വരും. പറ്റൂലേ? ഇപ്പോൾ ക്രൈസ്തവ മതത്തിൻ്റെ ആഘോഷമാണ് പിന്നെ ക്രിസ്മസ്. ആ ക്രിസ്മസ് അന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏകദൈവ വിശ്വാസിയാണ്. ക്രൈസ്തവ മതത്തെ സംബന്ധിച്ചിടത്തോളം ത്രിയേകത്വ വിശ്വാസമാണ്. അവർ പിന്നെ ഈസാ നബിയെ മുസ്ലിങ്ങൾ കാണുന്നത് പ്രവാചകനായിട്ടാണ്. എന്നാൽ ക്രിസ്ത്യാനികളായിട്ട് ആകട്ടെ അത് ദൈവമായിട്ടോ അല്ലെങ്കിൽ ദൈവപുത്രനായിട്ടാണ് എന്ത് ചെയ്യുന്നത് അവർ കാണുന്നത്. ട്രിനിറ്റിയാണ് അവരുടെ വിശ്വാസം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന രീതി. ഇത് രണ്ട് ധ്രുവങ്ങളിലുള്ള സംഗതിയാണ്. അപ്പോൾ അതിൻ്റെ ചില കാര്യങ്ങളിലേക്ക് കേക്ക് മുറിച്ചാൽ കുഴപ്പമില്ല, അപ്പോൾ ആയിക്കോട്ടെ ശരി, എന്നാൽ ഞാൻ അടുത്ത ഒരു അവസ്ഥയിൽ ഈ കുരിശു ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു സംഗതി ചെയ്തു, അപ്പോൾ അതെനിക്ക് പറ്റൂല. അതോടുകൂടി ആ സൗഹാർദ്ദം പൊളിയാണ്. അങ്ങനെ പറ്റൂല എന്ന് പറയേണ്ട സമയം ഒരു ഘട്ടം ഉണ്ടാവും. അപ്പോൾ അത് ഏറ്റവും നല്ലത് എന്താണ്, അതിൻ്റെ തുടക്കത്തിൽ തന്നെ പറ്റൂല അറിയില്ല, നല്ലത് പറഞ്ഞാൽ മനസ്സിലായി നിങ്ങൾക്ക്.
ഒരു കാര്യത്തിലേക്ക് നമ്മൾ കടന്നിട്ട് ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് 10 നില ഉണ്ട് വിചാരിക്കുക. അതിൽ 5 നില നമുക്ക് കയറി 6ാമത്തെ നില എത്തുമ്പോൾ നമ്മൾ പറയുന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് കയറാൻ എനിക്ക് പറ്റൂല. അപ്പോഴും ഈ ആളുകൾ എന്താ പറയുക, ഇത് തീവ്രവാദിയാണ്. എന്താ ഇപ്പോൾ 6ാമത്തെ നില കയറുമ്പോൾ എന്താ സംഭവിക്കുക? 7 കയറുമ്പോൾ ഇത്രയും 5 കയറിയില്ല. 5 കയറുമ്പോൾ ഇല്ലാത്തൊരു പ്രശ്നം എന്താ? ഇപ്പോൾ ചില ആൾക്കാർ ചോദിക്കണതാണ്, എന്താ നിങ്ങളെ ഏകദൈവ വിശ്വാസത്തിന് ഇത്ര ഉറപ്പേ ഉള്ളൂ? അതൊന്ന് ചെയ്യുമ്പോഴേക്ക് നിങ്ങളെ ഏകദൈവ വിശ്വാസം പൊളിഞ്ഞു പോകുമോ? ആണ് ഇല്ലാതെയാവോ എന്നാ ചോദിക്കുക. ഇതാ പത്രങ്ങളെ ഏകദൈവ വിശ്വാസം. അത് ഈ 6ാമത്തെ സ്റ്റെപ്പിക്ക് കാല് വെക്കുമ്പോഴും പറയാലോ, അല്ലേ? പറഞ്ഞൂടെ? ഇത് ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ ഈ 5 ചെയ്തില്ല, അപ്പം ഒന്നും പോകാത്ത ഇപ്പം പോകണം എങ്ങനെ? അപ്പം ഏറ്റവും നല്ലത് എന്താ അറിയുമോ, ആ ചോദ്യം ആ വർത്താനം ആദ്യം 1ാമത്തെ സ്റ്റെപ്പ് വെക്കുമ്പോൾ തന്നെ ഈ സ്റ്റെപ്പ് എനിക്ക് കയറാൻ പറ്റില്ല, നിങ്ങൾ പോയിട്ട് വരിക, ഞാൻ ഇവിടെ കാത്തിക്കാന്ന് പറയാം. വിഷയം കഴിഞ്ഞില്ലേ? ഈ 6ാമത്തെ സ്റ്റെപ്പ് പോയി നിങ്ങോട്ട് പറയണ കാര്യം എന്താ? ഇത്ര ഉള്ളത്, വളരെ ലളിതമാണത്. ഇതിൽ ഈ സ്റ്റെപ്പ് വെച്ച ആളുകൾ ഭയങ്കര പ്രയാസം അനുഭവിക്കും. ഓരോ വർഷം മുന്നോട്ട് പോകുമ്പോഴും പുതിയ പുതിയ സംഗതികൾ എന്ത് ചെയ്യും, ഇങ്ങനെ വരും. ഇപ്പോൾ ഈ നേരത്തെ വായിച്ചതിൽ കണ്ടു, ഇപ്പോൾ പിന്നെ ഒരു ക്ഷേത്രത്തിന് നബിദിന റാലിയിൽ സല്യൂട്ട് അടിക്കുന്ന രംഗം കണ്ടു. അപ്പോൾ ആളുകൾ ഇപ്പോൾ എന്തായാലും കുഴപ്പം, സല്യൂട്ട് അടിക്കല്ലേ, ആരാധിച്ചിട്ടൊന്നുമില്ലല്ലോ, വഴങ്ങിയിട്ടൊന്നും. 20 ലക്ഷം ആൾ കണ്ടു. 20 ലക്ഷം ആൾ കണ്ടു, ഭയങ്കര സംഭവമായി. അതാണ് ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു സംഗതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത വർഷം അവിടെ എത്തുമ്പോൾ ആ സംഘാടകർ തീരുമാനിക്കുകയാണെന്ത്, ഒന്നുകൂടി നമ്മൾ ആ സൗഹാർദ്ദം ഊട്ടി ഉറപ്പിക്കാൻ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പോകുന്നു. ഉള്ളിൽ പോയിട്ട് ആ പിന്നെ വിഗ്രഹത്തിന് മുമ്പിൽ എന്ത് ചെയ്യുന്നു, അതിന് മുമ്പിൽ നിന്ന് സല്യൂട്ട് ചെയ്യുന്നു. അടുത്ത വർഷം അതിന് തൊഴുന്നു. അപ്പോൾ നമ്മൾ പറയണത് അതിനെന്താ കുഴപ്പം? അപ്പോഴേക്കും നിങ്ങൾ വിശ്വാസം ഇല്ലാതെ പോകും. അത് മനസ്സിൽ വിശ്വാസം ഇല്ലാതെ പോയാൽ ഈ രീതിയിൽ ചോദിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ അത് ആദ്യം തന്നെ അതിന് കൃത്യമായി ഇത് പിന്നെ അതിന് അകലം പാലിച്ചുകൊണ്ട് ഇത് മിക്സ് ചെയ്തുകൊണ്ടല്ല ഒരിക്കലും എന്ത് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു വര എന്തായാലും വരക്കേണ്ടതും അത് നേരത്തെ വരക്കലാണ് നല്ലത്. അതിൻ്റെ പേരിൽ ആരും നമ്മളോട് പണങ്ങൂല. അത് നിങ്ങളെ വിശ്വാസം, നമ്മളെ വിശ്വാസത്തിന് പറ്റൂല എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അത്രയേ ഉള്ളൂ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പിന്നെ എപ്പോഴും നമുക്ക് പ്രശ്നം എന്താ വെച്ചാൽ, ഇവിടെ ഇപ്പോൾ കാണുന്നൊരു കാഴ്ച, ഹൈന്ദവ വിശ്വാസികൾക്കോ ക്രൈസ്തവ വിശ്വാസികൾക്കോ അവരുടെ ഈ കാര്യങ്ങളിൽ മുസ്ലിങ്ങൾ പങ്കെടുക്കണം എന്നൊരു നിർബന്ധമല്ല. പക്ഷെ മുസ്ലിങ്ങളായ ആളുകൾക്ക് ഇതിപ്പോൾ ഒരു ഭയങ്കര നിർബന്ധമുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നിട്ട് മുസ്ലിങ്ങളെ കൂട്ടത്തിൽ തന്നെ അത് ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരെ പിന്നാലെ കൂട്ടിയിട്ട് വർഗീയവാദിയാക്കാനും തീവ്രവാദിയാക്കാനും ചാപ്പയടിക്കാനും മുസ്ലിം പേരുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് വരുന്നത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഇവിടെ വിശ്വാസത്തിലെ വിയോജിപ്പ് തുറന്നു പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കണം, ഏത് വിഷയത്തിലായിരുന്നാലും. അതല്ല ഇപ്പോൾ ഈ പത്രമാധ്യമങ്ങൾ ആളുകളൊക്കെ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇവിടെ ജനാധിപത്യമുണ്ട്, ഇവിടെ വിയോജിക്കാനുള്ള അവകാശമുണ്ട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ പറയുന്ന ആളുകൾ തന്നെ ഈ മതപരമായി ഇങ്ങനത്തെ എല്ലാ മതങ്ങളെയും മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു ആഘോഷം വരുമ്പോൾ അതെനിക്ക് പറ്റില്ല എന്നൊരാൾ പറഞ്ഞ് മാറി നിന്നാൽ അവൻ കുഴപ്പക്കാരനാണ്, അവൻ വിഘടനവാദിയാണ്, അവൻ തീവ്രവാദിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെന്നെ പ്രഹരിക്കുന്നൊരു അവസ്ഥ ഇന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് പറ്റാത്തതിൽ നിന്ന് ഞാൻ മാറി നിൽക്കും എന്ന് പറയാൻ നമ്മൾ യഥാർത്ഥ വിശ്വാസികൾ മടിക്കരുത് എന്നുള്ളതാണ്. അത് എത്രത്തോളം നമ്മൾ മടിക്കുന്നുവോ അത് മുന്നോട്ട് പോകും തോറും അത് പിന്നെ ഒരു കാലത്തും അത് വിട്ടു നിൽക്കാൻ പറയാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്കാണ് ഇന്ന് നമ്മുടെ നാടിൻ്റെ പോക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാവർക്കും വിശ്വാസ പ്രശ്നമുണ്ട്. അതായത് മുസ്ലിമീങ്ങൾക്ക് മാത്രമൊന്നുമല്ല, ക്രൈസ്തവർക്കുണ്ട്, അതുപോലെ ഹൈന്ദവർക്കുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയാം, ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ശബരിമലയിലേക്ക് പോകാൻ വേണ്ടി മാലയിടാൻ തീരുമാനിച്ചു. മാലിട്ട് കഴിഞ്ഞാൽ അവരുടെ വേഷം മാറും, രൂപം മാറും, അവരുടെ ചിട്ടകൾ മാറും, അവരുടെ ഭക്ഷണത്തിന് നിയന്ത്രണങ്ങൾ വരും. പിന്നെ അവരുടെ വീട്ടിൽ നിന്ന് മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ, അതും പ്രത്യേക ഭക്ഷണങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ വിളിച്ചിട്ട് പറയണത് ഇതിൻ്റെ വീട്ടിൽ വരണം, ഭക്ഷണം കഴിക്കണം. അപ്പോൾ അവൻ പറയും എനിക്കിങ്ങനെ ഈ ശരിക്കുള്ള പിന്നെ ഒരു സഹിഷ്ണുതയുള്ള ആളും സൗഹാർദ്ദമുള്ള ആളും ആവണമെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചേ പറ്റൂ. മറ്റുള്ളവർക്ക് വരുന്നുണ്ടല്ലോ, എനിക്കെന്താ പിന്നെ നിനക്കെന്താ വന്നാൽ എന്ന് പറഞ്ഞൊരു മുസ്ലിമിനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല, ഒരാളെ നിർബന്ധിക്കാൻ പാടില്ല. അതേപോലെ തന്നെ മാംസഭക്ഷണം ചില ഘട്ടത്തിൽ കഴിക്കാത്ത ആളുകളുണ്ട്, മൊത്തത്തിൽ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അത് മാറ്റി വെക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ അവരെ പെരുന്നാളിന് വിളിച്ചിട്ട്, ബലിപെരുന്നാളിന് വിളിച്ചിട്ട് ഞങ്ങളിവിടെ കുറേ അറിവൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാംസത്തിൻ്റെ ഒരു കഷ്ണം നിങ്ങൾ തിന്നാതെ ഇവിടെ നിന്ന് പോകരുത്, നമ്മൾ എത്ര അടുത്ത ആൾക്കാരാണ്, അങ്ങനെയൊക്കെ നല്ല ആളുകളായിട്ട് നിങ്ങളിത് ഈ സമയത്ത് ഒരു പച്ചക്കറി ഇന്നത് ശരിയല്ല. ഇത് നമ്മളതിനോട് ഒരു മുസ്ലിം പറഞ്ഞാൽ എത്രത്തോളം ഹേർട്ട് ചെയ്യും ഒരു ഹൈന്ദവ വിശ്വാസിക്ക്. അതേപോലെ ഏകദൈവ വിശ്വാസത്തിന് വിരുദ്ധമായ എലമെൻ്റുള്ള ഒരു മുസ്ലിം ഒരു ഇസ്ലാമിക വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ അടിത്തറ എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ എല്ലാ ആരാധനകളും പ്രാർത്ഥനകളും നേർച്ചകളും ഏകദൈവത്തിന് മാത്രമേ അർപ്പിക്കുള്ളൂ. അതായത് എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിന്, അല്ലാതെ ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കുന്നല്ല ഒരു മുസ്ലിം പറയുന്നത്. മറിച്ച് ഈ പ്രപഞ്ചത്തെ മുഴുവൻ പടച്ച
നിങ്ങളെയും നിങ്ങളുടെ മുത്തച്ഛന്മാരെയും എല്ലാവരെയും പടച്ച ആ ഒരു പടച്ച സൃഷ്ടാവിനെയാണ് ഞാൻ എന്ത് ചെയ്യുള്ളൂ ആരാധിക്കുള്ളൂ. അതിൽ ഞാൻ ഒരിക്കലും മറ്റൊരാളെ കൂട്ടൂല എന്നതാണ് വിശ്വാസം. അതിന് പോറലേൽക്കുന്ന ഒരു വിഷയമുണ്ടെങ്കിൽ അത് ഒരു ന്യായം പറഞ്ഞു കണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, കൂടാൻ പാടില്ല എന്നാണ് ഒരു വിശ്വാസത്തിന് സംബന്ധം. അപ്പോൾ ഒരു വിശ്വാസത്തിന് ഒരിക്കലും അങ്ങനെ നിർബന്ധിക്കാൻ പാടില്ലല്ലോ. അത് ഇവിടുത്തെ ഹൈന്ദവരും ക്രൈസ്തവരും ആരും നിർബന്ധിക്കാറുമില്ല. പക്ഷേ ഇവിടുത്തെ കുറച്ച് മുസ്ലിം നാമധാരികളായ ആളുകൾ വന്നിട്ട് എന്താ പങ്കെടുക്കാൻ ചെയ്താൽ എന്ന് പറഞ്ഞൊരു ഒരു സദാചാര പോലീസിൻ്റെ പണി എന്ത് ചെയ്യുന്നുണ്ട്, ഇവരെടുക്കുന്നുണ്ട്. അത് ബ്രേക്ക് ചെയ്തേ പറ്റുള്ളൂ. അത് ബ്രേക്ക് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നമ്മളെ ഏത് രീതിയിൽ അവർ ആക്രമിച്ചാലും അതിന് നമുക്ക് ഒന്നും കൊടുക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഈ സമയത്ത് പറയാനുള്ളത്. നമുക്ക് വിട്ടു നിൽക്കാൻ പറ്റുന്നിടത്ത് വിട്ടു നിൽക്കണം. അത് ഇന്ത്യ രാജ്യം അനുവദിച്ചു തരുന്നതാണ്, മതവിശ്വാസം അനുവദിച്ചു തരുന്നതാണ്. അതിൽ കത്തിവെക്കാൻ ഒരാളെ എന്ത് ചെയ്യാൻ പാടില്ല, ഈ സമയത്ത് സമ്മതിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ മുസ്ലിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം വെച്ചാൽ ഒന്നുകിൽ ഒഴിഞ്ഞു പോവുക, അതാണ് ഇവിടെ ഒരു ഹിന്ദുത്വ തീവ്രവാദികൾ, ഹിന്ദുക്കളല്ല ഞാൻ പറയുന്നത്, ഹിന്ദുത്വ തീവ്രവാദികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ മതം അനുസരിച്ച് ജീവിക്കണേ നിങ്ങൾ ഇവിടെ വേറെ ഒടുക്കലും പോയിക്കൊള്ളുന്ന ഒരു മതം ഒഴിവാക്കണം എന്നവർക്ക് വാദമല്ല, ഇവിടെ കണ്ടാന്നേ ഉള്ളൂ. വേറുള്ള ആളുകൾ പറയുന്നത് എന്താ വെച്ചാൽ അവരിടത്തുനിന്ന് സംരക്ഷണം ഞങ്ങൾ തരാം, പക്ഷെ നിങ്ങളിവിടെ നിൽക്കണേ ഞങ്ങൾ പറഞ്ഞ മാതിരി നിങ്ങൾ നമ്മളെ മതം കൊണ്ട് നടക്കണം, ഞങ്ങൾ പറഞ്ഞ ആഘോഷങ്ങളൊക്കെ ചെയ്യണം, ഞങ്ങൾ പറഞ്ഞിടത്തൊക്കെ നിങ്ങൾ ചെയ്യണം. അങ്ങനെ അവർ വെട്ടി ഒതുക്കി തന്ന ഒരു മതം നമുക്ക് കൊണ്ടെടുക്കാൻ പാടുള്ളൂ. അല്ലാതെ ഖുർആനിലും ഹദീസിലും ഉള്ളതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, അതല്ല, അത് ഞങ്ങൾ പറഞ്ഞു തരും, ആ രീതിയിൽ ഞങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ രണ്ട് ഭീഷണികൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഉണ്ട്. അതിൻ്റെ മുമ്പിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ വിധേയരാകി കൊടുക്കാൻ പാടില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ ഈ വിഷയം ഇപ്പോൾ ഇത് വിശ്വാസപരമായി വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് മതവിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വിയോജിപ്പ് പറയുമ്പോഴേക്കും പ്രയാസം പറയുന്ന ഇവിടുത്തെ മീഡിയകളുണ്ടല്ലോ, അതുപോലെ തന്നെ ചില പൊതുപ്രവർത്തകരുണ്ട്. എന്നാൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ എന്തൊക്കെ വിഷയങ്ങൾ ഇവിടെ ഉണ്ടായാലുണ്ട്, ആ വിഷയങ്ങൾ ചെറിയ ചെറിയ ചില സൗന്ദര്യപ്പണക്കങ്ങളായിരിക്കും. അതിൻ്റെ പേരിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കലില്ലേ. ഇതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലുണ്ടോ? എന്തിനാ അവർ പോയത്? ഇപ്പോൾ സർവകക്ഷി യോഗങ്ങൾ, അനുശോചന യോഗങ്ങൾ, അതുപോലെ സർക്കാർ പരിപാടികൾ, ഇതിലൊക്കെ തന്നെയുള്ളൂ സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കലുള്ളൂ. അത് വിഷയബന്ധിതമായ സഹകരിക്കലാണ്. എന്നാൽ ഇവരുടെ ആശയത്തെ, ഇവരുടെ പോളിസികളെ ബാധിക്കുന്ന ഒരു സദസ്സോ മീറ്റിങ്ങോ സമ്മേളനമോ ആണെങ്കിൽ അതിൽ പോയാൽ നടപടിയെടുത്ത് എത്ര സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ മീഡിയകൾ എത്ര ഗൗരവപൂർവ്വ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. ആലപ്പുഴയിലെ മുതിർന്ന CPM നേതാവ് G. സുധാകരൻ, മുൻ മന്ത്രിയാണ് അദ്ദേഹം, കോൺഗ്രസ് വേദിയിൽ പങ്കെടുത്തത് വലിയ വിവാദമായത് ഓർമ്മല്ലേ. അതേപോലെ CPI നേതാവ് C. ദിവാകരൻ ഇതേ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു, അതും വലിയ തോതിൽ വിവാദമായിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതാവ് DK ശിവകുമാർ ഈ അടുത്ത് കർണാടക അസംബ്ലിയിൽ പ്രതിപക്ഷത്തെ പരിഹസിക്കാനാണെങ്കിലും RSSൻ്റെ ഗണഗീതം വരികൾ ആലപിച്ചത് എന്ത് ചെയ്തു, വലിയ വിവാദമായി. ഒടുവിൽ അദ്ദേഹം എന്ത് ചെയ്തു, കോൺഗ്രസ് പ്രവർത്തകരോട് മാപ്പ് പറയേണ്ട ഒരു അവസ്ഥയ്ക്ക് ആ കാര്യങ്ങളെത്തി. അതേപോലെ തന്നെ KV തോമസിനെയും ശശി തരൂരിനെയും CPM സംസ്ഥാന സെമിനാറിലേക്ക് ക്ഷണിച്ചത് വലിയ വിവാദമായിരുന്നു. പാർട്ടി വിലക്ക് ലംഘിച്ച് KV തോമസ് പങ്കെടുത്ത അദ്ദേഹത്തിന് പാർട്ടി അംഗത്വം പോലും ചെയ്തിട്ടുണ്ട്, നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ കൊല്ലത്ത് CPM സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി നടത്തിയ സനാതന ധർമ്മം മാനവിക ധർമ്മമോ എന്ന സെമിനാറിലേക്ക് BJP മുൻ പ്രസിഡൻറ്റും അതുപോലെ ദേശീയ നിർവാഹക സമിതി അംഗവുമായ PK കൃഷ്ണദാസിനെ ക്ഷണിച്ചതും അദ്ദേഹം പങ്കെടുത്തതും കോൺഗ്രസ് വലിയ വിവാദമാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ജന്മഭൂമി റെസിഡൻറ്റ് എഡിറ്റർ കുഞ്ഞിക്കണ്ണൻ രചിച്ച KG മാരാർ മനുഷ്യപ്പറ്റിൻ്റെ പര്യായം എന്ന പുസ്തകം പ്രകാശന വേദിയിൽ പങ്കെടുത്തത് RSS നേതാവ് KG മാരാറിനെ പുകഴ്ത്തിയ ബ്രിട്ടാസിൻ്റെ സമീപനം വലിയ വിവാദങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കാരണമായിട്ടുണ്ട്. അതുപോലെ പൗരത്വ പ്രക്ഷോഭകാലത്ത് സമരം ചെയ്യുന്നവർക്ക് എതിരെ വെടിവെച്ച് കൊല്ലണ അവറ്റകളെ എന്ന് പറഞ്ഞ ഗോലിമാരോ സാലോംക എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അങ്ങനെ പറഞ്ഞ് ഹിന്ദുത്വ ആൾക്കൂട്ടത്തോട് ആഹ്വാനം ചെയ്ത കൊടും വർഗീയവാദിയായിരുന്ന ഒരു അനുരാഗ് ഠാക്കൂർ, അത് അദ്ദേഹം തൻ്റെ ആത്മാർത്ഥ മിത്രമാണ് എന്ന് പരിചയപ്പെടുത്തിയ മന്ത്രി MB രാജേഷ് വ്യക്തി സൗഹൃദത്തിൻ്റെ പേരിൽ പോലും ചെയ്തിട്ടുണ്ട്, വലിയ വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അതേപോലെ CPM നേതാവ് എളമരം കരീം RSS തൊഴിലാളി സംഘടനയായ BMSൻ്റെ വേദിയിൽ പങ്കെടുത്തത് വലിയ പ്രയാസമായിട്ടുണ്ട്. അപ്പോൾ ശശി തരൂരിൻ്റെ വിഷയം ഈ അടുത്ത് കോൺഗ്രസ് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ കാരണം എന്തായിരുന്നു, അദ്ദേഹം BJPക്ക് പോകണില്ലേ, ഇതൊക്കെ എത്ര ആ വിഷയത്തിൻ്റെ ബേസിനെ ബല ആരും എന്ത് ചെയ്തിട്ടില്ല, പ്രശ്നമാക്കിയിട്ടില്ല. അത് ചർച്ച ചെയ്യേണ്ട വിഷയമാണെന്നുള്ളതിനെ എന്ത് ചെയ്തിട്ടുള്ളത് മാധ്യമങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അത് പോകാൻ പാടുണ്ടോ ഇല്ല എന്നുള്ള അതിൻ്റെ ആ ബേസിന് എന്ത് ചെയ്തിട്ടില്ല, ചർച്ച. എന്താ ഇവിടെ മതപരമായിട്ടുള്ള എനിക്ക് എൻ്റെ മതത്തിന് പറ്റാത്തൊരു സംഗതിയാണത് എന്ന് പറയുമ്പോഴേക്ക് അവനെ തീവ്രവാദിയാക്കാനും അവനെ കുഴപ്പക്കാരനാക്കാനും അവൻ ഈ നാടിന് ചേരാത്തവനാക്കിയിട്ടും ഈ മാധ്യമങ്ങൾ ഇരട്ടത്താപ്പ് കാണിക്കണം. എന്താ ആ മതവിശ്വാസത്തിൽ രാഷ്ട്രീയക്കാർ ഇന്നല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുന്ന ആളുകളാണ്, പെട്ടെന്ന് ഒരു ആദർശം കുപ്പായം മാറ്റിവെക്കുന്ന ആൾക്കാരാണ്. ഇതങ്ങനെയല്ല. മതം എന്ന് പറയുന്നത് അവനവൻ്റെ ജീവിതത്തിൽ പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ടതാണ് പലരും. എന്നിട്ട് അതിൻ്റെ പേരിൽ
ഞാനത് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ അവൻ തീവ്രവാദി, അവൻ ഭീകരവാദി. അത് കേരളത്തിൽ നടക്കില്ല. ഈ വളരെ കൃത്യമാണ് ഷറഫ് പറഞ്ഞത്. ഇപ്പോൾ അമീദ് മാഷോട് പറയുകയാണെന്നുണ്ടെങ്കിൽ വർഷം തോറും ഇതിങ്ങനെ പുരോഗമിച്ചും ബാക്കിയും വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ രൂപത്തിൽ ഈ ആഘോഷങ്ങൾ ഓരോ കാലത്തും ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിനേക്കാളും ഒരുപാട് മാറ്റങ്ങൾ വന്ന് ഈ ഇങ്ങനെയുള്ള ഒരു രീതി മുന്നോട്ട് പോകുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു പര്യവസാനം? നമ്മളൊക്കെ ഈ സ്കൂളിൽ കുട്ടിക്കാലത്ത് ഈ ജൈന ബുദ്ധ മതങ്ങളുടെ ഉത്ഭവങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇത് BC 6-ാം നൂറ്റാണ്ടിൽ ആണ് ഈ മതങ്ങൾ ഉണ്ടാവുന്നത്. അപ്പം അന്ന് അവിടെ നിലവിൽ ഉണ്ടായിരുന്ന, അതിന് ഹിന്ദുമതം നമ്മൾ പറയേണ്ട ആവശ്യമില്ല, അന്നുണ്ടായിരുന്ന മതം, ആ മതത്തിൽ ഹോമങ്ങൾ, യാഗങ്ങൾ, ബലികൾ ഇതൊക്കെ വ്യാപകമായി വർദ്ധിക്കുകയും ഒരു തരത്തിൽ മനുഷ്യർക്ക് അറപ്പും വെളുപ്പും ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് ഈ ഇതൊക്കെ പോയപ്പോൾ ഇതിനെതിരെയുള്ളൊരു പ്രതിരോധം എന്ന നിലയിലാണ് ജൈന ബുദ്ധ മതങ്ങൾ ഉണ്ടായെന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ മതങ്ങളിൽ അഹിംസയും ബലിക്കെതിരെയുള്ള ഇതുകളും. ഇപ്പോൾ ജൈന മതത്തിലൊക്കെ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ വേണം നടക്കാൻ, വെള്ളം കുടിക്കുമ്പോൾ പോലും എന്ത് ചെയ്യണം, ചവച്ച് കുടിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരു മതങ്ങളായിട്ട് ഇവ രൂപപ്പെട്ടു വരുന്നത്. പക്ഷേ ഇന്ന് അത് മാത്രമല്ല, 8-ാം നൂറ്റാണ്ട് വരെ ഏതാണ്ട് പ്രബല മതമായി തന്നെ ഇന്ത്യയിൽ നിലനിന്നിട്ടുണ്ട്. കേരളത്തിലടക്കം നമുക്കറിയാം പിന്നെ ഈ ജൈന ബുദ്ധ പാരമ്പര്യം ഉള്ളതായിട്ടും ചരിത്രം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഈ പ്രബലമായിരുന്ന ഈ മതത്തിന് എന്ത് സംഭവിച്ചു? ഇന്ന് ഇപ്പോൾ മുസ്ലിം പോപ്പുലേഷൻ വർദ്ധിക്കുന്നതിനെക്കുറിച്ച് ഉള്ള ആശങ്ക, അല്ലെങ്കിൽ ക്രിസ്ത്യൻ കൺവേർഷൻസിനെ കുറിച്ചുള്ള ആശങ്ക, ഇതുപോലൊരു ആശങ്ക എന്തുകൊണ്ടാണ് ജൈനമതത്തിലേക്കുള്ള മാറ്റമോ അല്ലെങ്കിൽ ബുദ്ധമതത്തിലേക്ക് പോകുന്നതിനെ കുറിച്ചൊന്നും ഉണ്ടാകാത്തത്? വളരെ സിമ്പിളാണ്. ആ മതങ്ങൾ നിലവിലുണ്ടായിരുന്ന നമ്മൾ ഹൈന്ദവ മതം തന്നെ പറയാം, ആ ഹിന്ദു മതത്തിൻ്റെ പലതിനെയും അത് ഉൾക്കൊള്ളുകയും തിരിച്ച് ഇതിൻ്റെ പല സങ്കല്പങ്ങളും ഹിന്ദുമതവും ഉൾക്കൊള്ളുകയും അങ്ങനെ ഏതാണ്ട് പരസ്പരം യോജിക്കാവുന്ന രൂപത്തിലുള്ളൊരു സമന്വയ മതത്തിലേക്ക് ഇത് പോവുകയും ചെയ്തു. അപ്പോൾ നമുക്കറിയാം ബുദ്ധമതത്തെക്കുറിച്ച് ചിലരെങ്കിലും പറയുന്നത് അത് നാസ്തിക മതമാണെന്നാണ്, അതിൽ ദൈവവിശ്വാസം പോലും ഇല്ല എന്നാണ്. പക്ഷെ അവിടെ എന്ത് ചെയ്തു? ബുദ്ധനെ ദൈവമാക്കി വിഗ്രഹമാക്കി മാറ്റി. വിഗ്രഹാരാധന ഒന്നും ഇല്ലാത്തൊരു മതമാണ് ബുദ്ധമതം എന്ന് പറയുന്നത്. അവിടെ ഈ നമ്മുടെ അവതാര സങ്കല്പങ്ങൾ, തീർത്ഥങ്കര സങ്കല്പത്തിൽ, ജൈനമതത്തിലുണ്ടായിരുന്ന തീർത്ഥങ്കര സങ്കല്പത്തിൽ നിന്നാണ് അവതാര സങ്കല്പങ്ങൾ ഉണ്ടായത് എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ പൂജകളാണെങ്കിലും വിഗ്രഹാരാധനയാണെങ്കിലും പൂജാരിമാരാണെങ്കിലും ഇങ്ങനെ എന്തൊക്കെയായിരുന്നോ ഇവിടെ ഉണ്ടായിരുന്നത് ഇതൊക്കെ കൂടെ ഉൾക്കൊള്ളുകയും അങ്ങനെ അതിൻ്റെ ഒരസ്തിത്വം തന്നെ ഇല്ലാതെയാവുകയും ചെയ്തു. അതിനെ ഭയപ്പെടേണ്ടതില്ലാത്ത വിധം മാറ്റിമറിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം അതാണ്. എന്ന് വെച്ചാൽ ആരായിരിക്കും ഇതിൻ്റെ ബെനിഫിഷ്യറി, എന്തിലേക്കായിരിക്കും ആളുകൾ പിന്നെ പോകുന്നതെന്നുള്ള ചോദ്യം വളരെ സിമ്പിളാണ്. എന്തായാലും ഇപ്പോൾ നമുക്ക് തിരിച്ചു നോക്കി അറിയാം, ഇപ്പോൾ ചൈനയിലും ജപ്പാനിലും ഒക്കെയുള്ള, ശ്രീലങ്കയിലും മ്യാൻമറിലും ഒക്കെ ബുദ്ധമതമുണ്ട്. ആ ബുദ്ധമതങ്ങളും ഇവിടുത്തെ ബുദ്ധമതത്തിൻ്റെ ഒരു രൂപവും തമ്മിൽ ഒരിക്കലും ബന്ധിപ്പിക്കാൻ പോലും പറ്റില്ല. അവിടെയൊക്കെ സംഭവം ഇതൊക്കെ വന്നു, വിഗ്രഹാരാധന. പക്ഷേ അവിടെ വേറെ വേറെ വിഗ്രഹങ്ങളും വേറെ വേറെ ദൈവങ്ങളും ഒക്കെ ആയിട്ടുള്ള അവിടുത്തെ ഒരു തനതായ ചുറ്റുപാടിലേക്ക് മാറുകയും ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ മതത്തിൻ്റെ ഉത്ഭവത്തിൻ്റെ ഒരടിസ്ഥാനത്തെ പോലും മറന്നു പോകുന്ന, വിസ്മരിക്കുന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്യുന്നു, ഇത് മാറിപ്പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മളുടെ ഒരു ചോദ്യം എന്താ വെച്ചാൽ, ഈ ഇതിന് മതത്തെ നമ്മളൊരു ആശയമായിട്ട് കാണാൻ നോക്കിയാൽ, ഇപ്പോൾ കമ്മ്യൂണിസം ഒരാശയമാണ്. കമ്മ്യൂണിസത്തെ സംബന്ധിച്ചിടത്തോളം അതിന് ചില മൂലാധാരങ്ങളുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ സ്വകാര്യ സ്വത്ത് ഇല്ലാതെയാക്കാൻ, അതായത് കൂട്ട് സ്വത്ത് അല്ലെങ്കിൽ കൂട്ടായിട്ടുള്ള ഈ സ്വത്ത് കൈമാറ്റം, ഇതൊക്കെയാണ് ഇത് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം, ചരിത്രത്തെയും സാമൂഹ്യ പ്രക്രിയയ്ക്ക് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സിദ്ധാന്തം പിന്നെ കാൾ മാർക്സും എംഗൽസും രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് ഈ നമ്മുടെ തൊഴിലാളി വർഗ സിദ്ധാന്തം. ഒരു തൊഴിലാളി വർഗമാണ് വിപ്ലവത്തിൻ്റെ ചാലകശക്തി എന്നുള്ളതും അതുകൊണ്ട് തന്നെ അവരിലൂടെയാണ് എന്ത് ചെയ്യുക, വിപ്ലവം നടക്കുക എന്ന രൂപത്തിലൊക്കെയുള്ള ഇത് വളരെ അടിസ്ഥാനപരമായ കുറച്ച് കാഴ്ചപ്പാടുകളുണ്ട്. ഈ കാഴ്ചപ്പാടുകൾ ഇല്ലാതെയായാൽ പിന്നെ കമ്മ്യൂണിസം ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു നാളെ ഇപ്പം എന്ത് ചെയ്യാണ്, ഒരു സ്ഥലത്ത് ഒരു സെമിനാർ നടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പഠന പരിപാടി നടക്കുകയാണ്, മുതലാളിത്വ സംരംഭകത്വ പഠനം.
അപ്പോൾ കമ്മ്യൂണിസ്റ്റുകൾ പറഞ്ഞു ഇത് മുതലാളിത്തത്തിൻ്റെ സംരംഭത്വത്തെയാണ്, അത് ഞങ്ങൾ എടുക്കാൻ പറ്റില്ല. അത് കുറച്ച് കാലം കഴിഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, മുതലാളിത്വ സംരംഭകത്വ പരിശീലനം. ഇത് കടുത്ത ഇതാണ്, അത് പരിശീലിപ്പിക്കാനും അങ്ങനെ മുതലാളിത്തത്തെ വീണ്ടും ഊട്ടിയുറപ്പിക്കാനുള്ളതാണ്. പിന്നെ കുറച്ച് കാലം കണ്ടിരിക്കണു മുതലാളിത്വ സംരംഭത്വ പരിശീലന ഉത്സവം. ഇത് കുഴപ്പമില്ല, കാരണം ഇതെന്താണ്, ഇതൊരു ഉത്സവമാണല്ലോ. അപ്പോൾ ഉത്സവമാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഉൾക്കൊള്ളാം എന്ന രൂപത്തിൽ ചിന്തിച്ച് ഈ ഇതിലേക്ക് ഭാഗഭാക്കായി കഴിഞ്ഞാൽ അത് പഠിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരന് പിന്നെ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തമാണോ വെച്ച് പുലർത്തുക, അതോ ഈ പറയുന്ന മുതലാളിത്ത സംരംഭകനായിട്ട് മാറുകയായിരിക്കും ചെയ്യുക. അദ്ദേഹം ലാഭേച്ഛയോടെ പ്രവർത്തിക്കുന്ന, ലാഭത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായിട്ട് മാറുള്ളൂ. കാരണം അതാണ് സൈദ്ധാന്തികമായി അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലായി ഇവിടെ സമന്വയങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. കൂടുതൽ ആളുകൾ ആ ഉത്സവത്തിൽ വന്നാൽ നേരെ ഈ ആശയങ്ങളൊക്കെ അവർ അങ്ങോട്ട് കൊണ്ടുപോകാനും സാധ്യതയുണ്ട്. അല്ല, നമുക്കൊന്നും പറയാൻ വയ്യ. പക്ഷെ ഞാൻ മനസ്സിലായി ഇവിടെ സമന്വയത്തേക്കാൾ കൂടുതൽ ഉൾക്കൊള്ളലാണ് ആവശ്യം. മതങ്ങൾ പരസ്പരം മനസ്സിലാവുകയും നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് ജീവിച്ചത്. നമ്മളാരും ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടുമുണ്ടായിരുന്ന ഒരു ഇതര മതവിശ്വാസിയെയും ഒരു കാലത്തും വ്യക്തമായിട്ട് പറഞ്ഞാൽ പരസ്പരം മനസ്സിലാക്കുക. അതെ, അതിനുള്ള ഉൾക്കൊള്ളാൻ ഉദ്ദേശിച്ചാൽ അവരുടെ ആശയത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു. അർത്ഥത്തിലല്ല ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ എന്താണ് അവർ പറയുന്നത് അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓക്കെ അത് നിങ്ങളുടെ വിശ്വാസമാണ്, അത് ഞാൻ എന്ത് ചെയ്തു മനസ്സിലാക്കി. ഈ നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം. ഇപ്പോൾ നബിദിന പിന്നെ പരിപാടിക്ക് ആശംസ അർപ്പിച്ചുകൊണ്ട് ഏതൊരു സിനിമ നടനോ ആരാന്ന് തോന്നുന്നുണ്ട്, പിന്നെ ഈദ് ആശംസകൾ എന്ന് പറഞ്ഞു. അതെ അതെ അതെ, ഹിന്ദി നടനമൊന്നും ഈദ് മുബാറക്ക്. ഈദ് മുബാറക്ക്. അപ്പൊ ഇത് എന്തായി നടക്കുന്ന സംഗതി തന്നെ എന്ത് ചെയ്യുന്നില്ല, മനസ്സിലായി. അപ്പൊ അതൊക്കെ പരസ്പരം ഇവരുടെ ആഘോഷം എന്താണ്, പരിപാടി എന്താ, അതൊക്കെ അങ്ങോട്ട് അറിയാം, പരസ്പരം അറിഞ്ഞിരിക്കുക. അല്ല അതെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു മാറുക എന്നുള്ളത് എന്തല്ല. ഇവിടെ വേറൊരു വാദം എന്താ വെച്ചാൽ ഇതൊക്കെയാണ് ആധുനികത, ഇതൊക്കെയാണ് മാനവികത എന്നുള്ള രൂപത്തിലാണ് നമ്മൾക്കെന്ന് മനസ്സിലാച്ചാൽ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പില്ല. ഇപ്പോൾ മാനവികതയാണ് അല്ലെങ്കിൽ പുരോഗതിയാണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതാണ്, ഈ ഏറ്റവും നല്ലത് എന്താണോ അത് തിരഞ്ഞെടുക്കല്ലേ വേണ്ടത്. ഇവിടെ ആ തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചർച്ചയില്ല, മറിച്ച് എന്താണോ ഒരു വിഭാഗം മറ്റേ പിന്തുടർന്ന് അത് നിങ്ങളും പിന്തുടരുക, നിങ്ങൾ പിന്തുടർന്ന് അവരും, അതൊക്കെ താൽക്കാലികമായിട്ടാണ്, ഒരു ദിവസത്തേക്ക്, 5 ദിവസത്തേക്ക്, 2 ദിവസത്തേക്ക് എന്ന രൂപത്തിൽ. അപ്പോൾ ഇതിലൂടെയാണ് ഒരു സൗഹാർദ്ദത്തിൻ്റെ തിരമാല വരാൻ പോകുന്നത് എന്നൊരു തെറ്റിദ്ധാരണയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ആലോചിച്ചു, അപ്പോൾ ഒരു ദിവസം ഒരു വിഭാഗം ബിക്കിനി ഡേ ആയിട്ടാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, അന്ന് ബിക്കിനി ഇടുക. വേറൊരു ദിവസം പർദ്ദ ഡേയാണ്, അന്ന് എല്ലാവരും എന്ത് ചെയ്യുക, പർദ്ദ ഡേ. വേറൊരു ദിവസം ഇപ്പോൾ കോട്ടും സൂട്ടിൻ്റെ ഡേ എന്ന് വയ്ക്കുക, അന്ന് എല്ലാവരും കോട്ടും സൂട്ടുണ്ട്. അതിൻ്റെ പേരൊന്ന് മാറ്റാം, മൂടാക്കാം. അപ്പോൾ ആലോചിച്ചു ഇങ്ങനെ ഇത് നമ്മൾ എന്താണ് ഞങ്ങളൊക്കെ ഈ ബിക്കിനി ഇടുന്ന ദിവസം നിങ്ങളിങ്ങനെ രീതിയിൽ കോട്ടും സൂട്ടിട്ട് നടക്കുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് ഞങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്, ഞങ്ങളെ മനസ്സിലാക്കാത്തതാണ്. അപ്പോൾ ഇത് ഒരു തരം ആഭാസം എന്നല്ല, എന്താണ് എനിക്ക് തോന്നിയ ഏറ്റവും വലിയ കാര്യം എന്താ അറിയുമോ, യഥാർത്ഥത്തിൽ ഈ വാദത്തിൽ തന്നെയുള്ള ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്താ വെച്ചാൽ നമ്മൾ ഇതിവിടെ ഇപ്പോൾ എല്ലാവരും ഒന്നിലേക്ക് യോജിക്കുമെന്നാണ് പറയുന്നത്. ശരിക്കും ഖുർആൻ പറയുന്ന കാര്യം എന്താണ്, വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു. നിങ്ങളെന്താണ് ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ എല്ലാവരും കൂടെ യോജിച്ചു വന്നാൽ പിന്നെ നിങ്ങൾക്ക് എന്തുണ്ടാവില്ല, ഫിർക്കത്തുണ്ടാവില്ല, വിയോജിപ്പുകളോ തല്ലും പിടിയൊന്നും ഉണ്ടാവില്ല എന്നാണ്. അതെന്താണ്, അതുപോലും ഒരു ലോജിക്ക് ആലോചിച്ചു, നിങ്ങളെയും നിങ്ങളുടെ മുൻപുള്ളവരെയും സൃഷ്ടിച്ച ഒരു ദൈവത ആരോ ആയിക്കോട്ടെ, ഇതിലേക്ക് നിങ്ങൾ വരികയും അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പിന്നെ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാവുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള എല്ലാവിധ പ്രയാസങ്ങളും വർഗീയതയ്ക്ക് അവസാനിക്കും, ഒരു സമന്വയത്തിലേക്ക് വരാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് ഇതിനേക്കാൾ എത്രയോ ലോജിക്കലല്ലേ ഒന്നിലേക്ക്. ആ ഒന്ന് ഏതാണ്, ഏറ്റവും നല്ല ഒന്ന് ഏതാണ്, അവനവൻ്റെ സൃഷ്ടാവിലേക്കുള്ള മടക്കുന്നതാണ്. അപ്പോൾ ഇത് വരുമ്പോൾ പലപ്പോഴും അയ്യടാ ഈ ഏകദൈവത്തിലേക്കുള്ളൊരു വിളിയായിട്ടാണ് പറഞ്ഞത്. അങ്ങനെ കാണാതിരുന്ന പോരെ, ഇതെന്തിലേക്കുള്ളതാണ്, സമന്വയത്തിലേക്കുള്ള വിളിയായിട്ട് കണ്ടാൽ മതി. അപ്പം ഞാൻ പറഞ്ഞാൽ ഇത് ഞാൻ ഇവിടെ വെച്ചാൽ നമ്മൾ കേരളത്തിൽ നമുക്കറിയാം ഇതൊന്നുമില്ലാതെ തന്നെ ഇവിടുത്തെ ജനങ്ങൾ
ഈ പറയുന്ന സൗഹാർദ്ദവും സ്നേഹവും ഒക്കെ തെളിയിച്ചിട്ടുണ്ട്. ഇവിടെ വെള്ളപ്പൊക്കം വന്ന സമയത്ത് അല്ലേ, കേരളീയ ജനത എന്ത് ചെയ്തു? അവരുടെ മനസ്സിനകത്തുള്ള ആ ഒരു കാരുണ്യത്തിൻ്റെയും ദയാവായ്പിൻ്റെയും ഒക്കെ ആകത്തുക എന്താണെന്ന് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഒരു വയനാട്ടിൽ ദുരന്തമുണ്ടായി. ആ സമയത്ത് കേരളത്തിൻ്റെ നാനാഭാഗത്തും ജനങ്ങൾ ട്രക്കുകളിലൊക്കെ സാധനങ്ങളുമായിട്ട് അങ്ങോട്ട് ഒഴുകുകയായിരുന്നു. അപ്പോൾ ഈ മലയാളിയെ ഒന്നിപ്പിക്കാൻ, അല്ലെങ്കിൽ മലയാളത്തിൻ്റെ സ്നേഹവും ഈ കാരുണ്യവും ഒക്കെ സമന്വയിപ്പിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലൊരു സാമൂഹ്യ സൃഷ്ടിക്കോ ഇത്തരമൊരു ആഘോഷത്തിൻ്റെ പരിവേഷം ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. മലയാളിക്ക് അത്രയും നല്ല ഒരു മനസ്സും അത്ര നല്ലൊരു ബേസ് ഉണ്ട്. അതിനെയാണ് സത്യത്തിൽ വികലമാക്കുന്നത്. ഇതാഘോഷിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇതിന് വിരുദ്ധരാണ്, ഇതാഘോഷിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വർഗീയവാദിയാണ് എന്നൊക്കെ പറഞ്ഞ് നാളെ ഇത്തരത്തിലൊരു ദുരന്തം വരുമ്പോൾ പോലും സഹകരിക്കാൻ കഴിയാത്ത വിധം ഭിന്നിപ്പുള്ള മനസ്സുകളെ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് എന്നാണ് എനിക്ക് പലപ്പോഴും ഇതിലൂടെ തോന്നുന്നത്. ശരിക്കും ഇവരിപ്പോൾ ഈ പിന്നെ ഒരു വിശാലത പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ എന്ന് പറഞ്ഞു 20 ലക്ഷം ആളുകൾ ഇപ്പോൾ ആ വീഡിയോ കണ്ടു, ക്ഷേത്രത്തിന് സല്യൂട്ട് അടിച്ച വീഡിയോ കണ്ടു എന്ന് പറഞ്ഞു. അത് വലിയ സംഭവമായിട്ട് പറയുകയാണെങ്കിൽ എന്നാൽ നാളെ ഇനി പിന്നെ CPM-ൻ്റെ ജാഥ പോകുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഓഫീസ് കാണുമ്പോൾ സല്യൂട്ട് അടിക്കട്ടെ, അതിനുള്ളിൽ കയറിപ്പോയി ഒക്കെ ഉഷാറാക്കട്ടെ. അതുപോലെ അതേപോലെ പിന്നെ കോൺഗ്രസിൻ്റെ റാലി വരുമ്പോൾ CPM-ൻ്റെ ഓഫീസിന് സല്യൂട്ട് അടിക്കട്ടെ, എന്നിട്ട് കയറിപ്പോട്ടെ, സൗഹാർദ്ദം കാണിക്കട്ടെ എല്ലാവരും. സാധാരണ കൊടികളൊക്കെ അവിടേക്ക് എത്തുമ്പോൾ സൗണ്ട് കുറക്കല്ല, നേരെ തിരിച്ചാ സംഭവിക്കണേ അല്ലേ. അപ്പോൾ അത് ഇവിടെ അവിടെ നിന്നൊരു വിഷയമല്ല. ഇത് മതം ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറാം. ക്ലീശ ഡയലോഗ് അവിടെ മതങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് അതാണ് പറയുന്നതോട് കൂടിയിട്ട് നബിദിനത്തിൽ മഹാബലി വരാം മറ്റേ ഡയലോഗ് എന്താ, ഇവിടെ മതങ്ങളില്ല. അത് വലിയൊരു സംഭവം. മതത്തെ മൊത്തത്തിൽ അതിൻ്റെ ബേസ് ഇല്ലാതാക്കാൻ വേണ്ടി കളിക്കുന്ന ഒരു കളിയാണ്. മനസ്സിലാക്കിയാൽ മതി, അത്രേ ഉള്ളൂ.